ഓ, ഈ നാട് അടുത്തങ്ങ് നന്നാവുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. 3 പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേ കിടക്കണം. ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർപോസ് ചെയ്യാണ്. മദ്രാസിൽ നിന്ന് 3 കേസ് കളഞ്ഞിട്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ എനിക്ക് കിട്ടേണ്ട സൗകര്യങ്ങളെല്ലാം കിട്ടണം. പിന്നെ കാണുന്ന 2-3 പേര് അവിടെ ഇരിപ്പുണ്ട്, ആണുങ്ങള്. ആരാതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പെട്ടെന്ന് നിങ്ങൾ അയ്യോ ഇതെന്താ യു കാൻ സിറ്റ് ആൻഡ് വാച്ച്. വയനാട് സ്റ്റൈലൊക്കെ എന്തിനാടി ബോംബേറാണ് നീ അവിടെ ഇവിടം വരെ ബുദ്ധിമുട്ടി വന്ന് എന്നെ ഇങ്ങനെ ഉദ്ധരിക്കാൻ നോക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറണം. ഞങ്ങൾ രണ്ടുണ്ടെങ്കിൽ അയ്യോ അത് മാറണം. എനിക്കിന്ന് നിങ്ങളെ രണ്ടുപേരും കാണണം. നിങ്ങൾ രണ്ടുപേരും വ്യവസ്ഥരായിട്ട് എനിക്കൊന്ന് കാണണം. പുള്ളിക്കാരൻ അങ്ങ് മടുത്ത് പറഞ്ഞു രണ്ടുപേരും മാറുന്നില്ല. അപ്പൊ പുള്ളിക്കാരൻ അങ്ങോട്ടങ്ങ് വ്യവസ്ഥനായി. ഇതാണ് വേഷം. എനിക്ക് വസ്ത്രങ്ങളോട് പൊതുവെ ലേശം വിരോധ. നിങ്ങളുടെ മുമ്പിൽ വെറും ഒരു പച്ച മനുഷ്യനായിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. ആ പുറമേ കാണുന്ന മുഖമല്ല, നമ്മൾ പുള്ളിനെ പേഴ്സണൽ ആയിട്ട് കാണുമ്പോ വളരെ വികൃതമായ ഒരു മനുഷ്യനാണ് ഈ ബാലചന്ദ്രൻ മേനോൻ എന്ന് പറയുന്ന ആള്. ഒരാഴ്ച രാത്രിക്ക് വിളിച്ചുകൊണ്ട് 1 മണിയായി കാണും. എനിക്ക് ദേഷ്യമൊക്കെ വന്നു. നമുക്കൊന്നും പറയാനും ഒരാളെ വിളിക്കുന്ന പറഞ്ഞാൽ എനിക്ക് മൈലി വിലയിലൂടെ നീ തരുന്നത്, മൈലി വില. ഇടയിൽ ഞാൻ ഈ സിനിമയിലോട്ട് വന്നപ്പോഴത്തേക്കും അയ്യോ കായിക താരം സിനിമാ താരമാകുന്നുള്ള കാര്യം പത്രത്തിൽ മുഴുവൻ അങ്ങോട്ട് വന്നു. ഞാൻ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക. അവന്മാര് പത്രത്തില് ബാലചന്ദ്രൻ മേനോനും പകവെട്ടി, ജയസൂര്യയും പകവെട്ടി. നീ പകപോക്കാണല്ലേടാ. നല്ല സത്യമാണ്, നല്ലതായിട്ട് പെർഫോം ഒക്കെ ചെയ്തായിരുന്നു. ഓ ആവത് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മല്ലയാ ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ.